വാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല മഞ്ജുഷ്, ഇതിൽ ഏറ്റവും വലിയൊരു ആഘാതം ഈ വിധി കേരളീയ സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും നൽകിയിട്ടുള്ള ഒരു വലിയ ആഘാതം എന്നത് നമ്മുടെ നിയമ സംഹിതയെക്കുറിച്ച് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെ കുറിച്ച് പരിമിതമായ അറിവോ അല്ലെങ്കിൽ നിയമത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള അപക്വമായ കാഴ്ചപ്പാടുകളും വെച്ചുകൊണ്ടാണ് നാം ഈ വിധിയെ പലരും സമീപിക്കുക. നമുക്കൊരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിലെ കുറ്റവാളിയെ വളരെ കാഠിന്യമുള്ള ശിക്ഷകൾ നൽകണമെന്ന് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള എല്ലാ ബുദ്ധി പരിമിതികൾക്കും അപ്പുറം അല്ലെങ്കിൽ ഭാവനകൾക്കും അപ്പുറം നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ക്രിമിനൽ ട്രയലിന്റെ ലക്ഷ്യം എന്നുള്ളത് സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മുടെ പൊതുസമൂഹത്തിന് അവബോധം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ശിക്ഷിക്കപ്പെടണം എല്ലാവരും എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടോ ഒരു തെറ്റായ ധാരണകളാണ്. എങ്ങനെയാണ് ഒരു ക്രിമിനൽ ട്രയൽ നടക്കുക എന്നുള്ളത് ആണ് ഏറ്റവും അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത്. ഒരു വസ്തുതയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ആദ്യമായി ഒരു വസ്തുത കോടതിയെ ബോധ്യപ്പെടുത്തണം. ആ വസ്തുതയെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ട് കാരണം കൂടി പ്രോസിക്യൂഷന് ചെയ്യാനുണ്ട്. ആ വസ്തുത എന്ന് പറയുന്ന ആ വസ്തുതയുടെ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ആ വസ്തുത എങ്ങനെ സ്വീകാര്യമാകുന്നു എന്നുള്ളത് കൂടി ബോധ്യപ്പെടണം. അത് നിയമപരമാണോ എന്നുള്ളത് മൂന്നാമതായി ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ആ വസ്തുതയെ സംബന്ധിച്ച് കോടതിക്ക് വിശ്വസനീയമായി എടുക്കാൻ കഴിയൂ. അങ്ങനെയാണ് ഒരു ക്രിമിനൽ ട്രയൽ മുന്നോട്ട് പോകാറുള്ളത്. ഇവിടെ ദിലീപ് 8ാം പ്രതി എന്ന നിലയിൽ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. എന്നെ പോലുള്ള സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഈ കേസ് തുടങ്ങുന്ന ഘട്ടം മുതൽ ദിലീപിനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. ഡിസംബർ 8 ശേഷം ദിലീപിനെതിരെ വർത്തമാനം പറയുന്നത് നിയമപരമായി ശരിയല്ല എന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഒരുപക്ഷെ ദിലീപ് ഈ കുറ്റകൃത്യത്തിന്റെ സൂത്രധാരൻ ദിലീപോ അല്ലെങ്കിൽ മറ്റാരോ ആയിക്കൊള്ളട്ടെ, അത് നിയമപരമായി കോടതി മുമ്പാകെ തെളിയിക്കുന്നതിന് വസ്തുതാപരമായി പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന സംഗതി തുറന്ന് സമ്മതിച്ചുകൊണ്ട് വേണം നമുക്കിതിനെ സമീപിക്കുന്നതിന്. അത് ഒരാൾ നിരപരാധിയാക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ സർവസ്വതന്ത്രനായി മാറപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയും യാതൊരു തരത്തിലുള്ള വിമർശനത്തിന് വിധേയനാകാൻ പാടില്ല എന്ന വസ്തുതയും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഒരുപക്ഷെ പരിണിത പ്രജ്ഞരായിട്ടുള്ള അഭിഭാഷകരടക്കമുള്ളവർ നിലവിളിക്കുകയാണ് ഈ ദിലീപിനെ വെറുതെ വിട്ടതിന്. ഇപ്പോ വന്നിരിക്കുന്ന ശിക്ഷാവിധിയെ സംബന്ധിച്ചാണ് ഏറ്റവും അതിജീവിതയ്ക്ക് തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. അപ്പോൾ അതിനൊപ്പം നിൽക്കുന്നതിൽ എന്ത് തകരാറുവാണുള്ളത്? ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ അതിൽ പല ഘടകങ്ങളും അതിന്മേലുണ്ട് എന്ന് താങ്കൾക്കും സമ്മതിക്കാമല്ലോ. ദിലീപിന്റെ സ്വാധീനം, അത് അദ്ദേഹത്തിന് പ്രഗത്ഭനായ അഭിഭാഷകനെ വെക്കാൻ കഴിഞ്ഞു. തെളിവുകൾ, തനിക്കെതിരെ വരുന്ന തെളിവുകളെ ആ രീതിയിൽ ഖണ്ഡിക്കുന്നതിന് സമർത്ഥമായിട്ട് അഭിഭാഷകരുടെ ഒരു പടയെ തന്നെ ഉപയോഗിക്കുവാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പരാജയപ്പെട്ടു. താങ്കൾ പറയുന്നുണ്ടല്ലോ പ്രോസിക്യൂഷന് പരാജയമാണെന്ന്. എന്ന് വെച്ച് ഈ വെറുതെ വിട്ട സമയത്ത് ഇനി സർവ്വസ്വതന്ത്രനായിട്ട് വിഹരിക്കുന്ന ദിലീപിനൊപ്പമേ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊന്നുമില്ലല്ലോ. ഹസ്കർ, അങ്ങനെ എന്തിനാണ് അങ്ങനെ നിലപാടിൽ മാറ്റം വരുത്തുന്നത്? അല്ല മഞ്ജുഷ്, ഇതിൽ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു സിസ്റ്റമാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നത്. സിസ്റ്റത്തിന്റെ കഴിവും ആ പ്രാപ്തിയും നമുക്ക് ഒരുപക്ഷെ ദിലീപിന്റെ സമ്പന്നതയോ ദിലീപിന്റെ സ്വാധീനത്തിനോ എത്രയോ വലുതായിരുന്നു എന്ന് നാം കാണണം. മാത്രമല്ല, കോടതി മുമ്പാകെ എത്തപ്പെട്ടുള്ള തെളിവുകൾ, ആ തെളിവ് ഇപ്പോഴും നമുക്ക് വിധി പകർപ്പ് ലഭിച്ചിട്ടില്ല, വിധി പകർപ്പ് വായിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാനിത് പറയുന്നത്. ഒരുപക്ഷെ ലഭിച്ച തെളിവുകൾ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് കണ്ടെത്തുന്നതിന് ദിലീപിന് പര്യാപ്തമല്ല എന്ന കണ്ടുപിടുത്തമായിരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ ദിലീപ് നിരപരാധിയാണ് എന്ന രീതിയിലായിരിക്കില്ല ആ വിധിന്യായത്തിലുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ ദിലീപ് 8ാം തീയതി വെറുതെ വിട്ടതിനെ തുടർന്ന് മലീഷ്യസ് പ്രോസിക്യൂഷൻ നൽകും എന്ന വാദം ഉന്നയിക്കുമ്പോൾ അത് നിലനിൽക്കുമോ എന്ന സന്ദേഹവും പ്രകടിപ്പിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. മറിച്ച് ഇപ്പോൾ ലഭിച്ച ശിക്ഷയെ സംബന്ധിച്ചാണ്. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ കൃത്യം. നമുക്കറിയാം, ഗോവിന്ദചാമി വളരെ വേദനാജനകമായിട്ട് ഉള്ള ഒരു കുറ്റകൃത്യത്തിൽ ഇടപെട്ടിട്ടുള്ള അതിക്രൂരനും നിഷ്ഠൂരനുമായിട്ടുള്ള ഒരു കുറ്റവാളിയായിരുന്നു ഗോവിന്ദചാമി. പക്ഷെ സുപ്രീം കോടതി ആ വിധിയെ പരിശോധിച്ചതും സുപ്രീം കോടതിയിൽ കൊലപാതകം നിലനിൽക്കില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തത് അതിസൂക്ഷ്മമായിട്ടുള്ള എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒരു തെളിവ് നിയമത്തിന്റെ കൂടി പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ തെളിവ് നിയമം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി നമുക്ക് പരിശോധിക്കാൻ ഇപ്പോഴും വായിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന
ഇപ്പോഴും ഓരോ തവണ വീണ്ടും ആവർത്തിച്ചു വായിക്കുമ്പോൾ പുതിയ തലങ്ങളിലേക്ക് പോകുന്ന വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ തെളിവ് നിയമം എന്ന് പറയുന്നത്. വളരെ ചെറിയ ഒരു പുസ്തകമാണ്. പക്ഷെ നാളിതുവരെ ഒരു 50 കൊല്ലം അഭിഭാഷക വൃത്തി ചെയ്യുന്ന ആളുകൾക്ക് പോലും അതിന്റെ സമഗ്രതയും അതിന്റെ സൂചനകളെയും സംബന്ധിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ ഓരോ ദിവസവും വരുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതികൾ എങ്ങനെയാണ് ഒരു പ്രതി കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് കണ്ടെത്തുക എന്നുള്ളത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷയെ സംബന്ധിച്ചാണ്. ശിക്ഷ നമുക്ക് ആഗ്രഹമുണ്ട് പൾസർ സുനിയെ ഇപ്പൊ തന്നെ തൂക്കിക്കൊല്ലണമെന്ന്. പക്ഷേ പൾസർ സുനിയെ തൂക്കിക്കൊല്ലാൻ ഇന്ത്യൻ നിയമത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ കുറ്റകൃത്യം ആ രീതിയിലല്ല കേട്ടോ, ആ രീതിയിലല്ല വിമർശനം വരുന്നത് കൂട്ടബലാത്സംഗത്തിന് നൽകാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് നൽകിയത് എന്നതാണ്. അതാണ് വിമർശനമായിട്ട് വന്നിട്ടുള്ളത്. അതിനെ വിമർശിക്കാൻ പാടില്ലെന്നേ, അങ്ങനെ അതിനെ കാണാൻ കഴിയില്ല. കാര്യം 20 കൊല്ലം ശിക്ഷ എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല ഒരു മനുഷ്യ ആയുസിനെ സംബന്ധിച്ചിടത്തോളം. രണ്ട്, ഒരുപക്ഷെ അതിജീവിതയ്ക്കേറ്റ ആഘാതം അതിനേക്കാൾ എത്രയോ വലുതാണ്. അവരുടെ ജീവിതാവസാനം വരെ പിന്തുടരുന്ന ഒരു വലിയ ട്രോമയാണ് അവർ നേരിട്ടിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. പക്ഷെ നിയമം പരിശോധിക്കുമ്പോൾ ഒരു കോടതിക്ക് ചെയ്യാൻ കഴിയുക, സുപ്രീം കോടതിയുടെ വിവിധ വിധിന്യായങ്ങളുണ്ട്. ഒരു പ്രതിയുടെ പ്രായം എന്താണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ഇന്ത്യയിലെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ റിഫർമേറ്റീവ് തിയറിയാണ്. ഒരു കുറ്റവാളിയെ ജയിലിൽ അടച്ച് അയാളെ ജീവിതകാലം മൊത്തം പോറ്റുക എന്നുള്ളതല്ല നിയമം പറയുന്നത്. മറിച്ച് ആ കുറ്റവാളിയിൽ മാനസാന്തരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നിയമം പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ വധശിക്ഷയ്ക്കെതിരെ വളരെ ശക്തമായ നിലപാട് പലപ്പോഴും ഉയർന്നു വരുന്നത് മുറവിളികൾ കേൾക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം. വധശിക്ഷ ഇന്ത്യൻ നിയമത്തിന് അനുവാദമായി ചേർന്നു നിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് 20 കൊല്ലം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. രണ്ട്, കോടതികൾ എപ്പോഴും പരിശോധിക്കുക എന്ന് പറയുന്നത് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രതിയെ കേൾക്കുക എന്ന് പറയുന്ന സുപ്രധാനമായ ഒരു നിയമ നടപടിക്രമമുണ്ട്. ആ കേൾക്കുമ്പോൾ കോടതി പ്രതിക്ക് പറയാനുള്ളത് കേൾക്കും. പ്രതിക്ക് പറയാനുള്ളത് എന്ന് സംബന്ധിച്ചത് പ്രതിയുടെ ജീവിത പശ്ചാത്തലമെന്നും പ്രതിയുടെ പ്രായം, പ്രതിയെ ആശ്രയിച്ചു കഴിയുന്ന മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ, ഇതൊക്കെ കൂടി പരിശോധിച്ചിട്ടാണ് കോടതി ഒരു ശിക്ഷയിലേക്ക് കിടക്കുക. 20 കൊല്ലം ശിക്ഷ ലഭിച്ചത് അല്ലാതെ ജീവപര്യന്തം ശിക്ഷിച്ചില്ലല്ലോ എന്നത് കണക്ക്. ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്, ജില്ലാ കോടതികൾക്ക് ഇക്കാര്യത്തിൽ ഒരു പരിമിതിയുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടുകളായിട്ടുള്ള ഹൈക്കോടതിക്കും അതുപോലെ തന്നെ സുപ്രീം കോടതിക്കും ഇതിനപ്പുറം വിധിക്കുന്നതിന് കഴിയും. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രതികൾക്ക് യാതൊരു തരത്തിലുള്ള പരോളും നൽകാൻ പാടില്ല, യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, റെമിഷൻ. ഈ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 365 ദിവസം ഒരു വർഷമുണ്ടെങ്കിലും അവധി ദിവസങ്ങളൊക്കെ ഒഴിവ് ചെയ്തിട്ട് ഒരു 300 ദിവസം കൂട്ടുമ്പോൾ 300 310 ദിവസമാകുമ്പോൾ ഒരു വർഷമായി കണക്കാക്കുന്ന രീതിയിലാണ് പ്രിസൺ ആക്ടും റൂളും പറയുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു പ്രതിക്ക് 20 കൊല്ലം ശിക്ഷ എന്ന് പറയുമ്പോൾ ഒരു 16 കൊല്ലം 17 കൊല്ലം ഒക്കെ കഴിയുമ്പോൾ അയാൾ ജയിൽ മോചിതനാവുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇത് അപ്പീൽ കോടതിയിൽ ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഭരണഘടനാ കോടതി എന്ന നിലയിൽ ആ കോടതിക്ക് എടുക്കാൻ കഴിയുന്ന മറ്റൊരു തീരുമാനമുണ്ട്. ഈ റെമിഷൻ അടക്കം മാറ്റിവെച്ചുകൊണ്ട് ശിക്ഷയിൽ അടക്കം പുതിയ പുനഃക്രമീകരണം നൽകുന്നതിനുള്ള അധികാരം ഹൈക്കോടതികൾക്കുണ്ട്. പക്ഷേ ജില്ലാ കോടതികളുടെ പരിമിതമായ അധികാരം ശിക്ഷയാണ് നൽകിയെന്നാണ് എന്റെ